ഇന്ന് ഉച്ചയ്ക്ക് നെയ്ച്ചോറും നാടൻ ചിക്കൻ കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അമ്മ ചിക്കൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നെയ്ച്ചോറുള്ള അരിയൊക്കെ കഴുകി വൃത്തിയാക്കി അരിപ്പയിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് കച്ചമ്പറുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നെയ്ച്ചോറിനുള്ള ഉള്ളിയൊക്കെ ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയും കുറച്ചും മുന്തിരിയും ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നെയ്ച്ചോറൊക്കെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുകയാണ്. കണ്ണന് കൊടുത്തു കഴിഞ്ഞ് ആളെ ഞാൻ ഉറക്കി. അപ്പോൾ നെയ്ച്ചോറ്, ചിക്കൻ കറി, കച്ചമ്പർ, അച്ചാറും കൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. ഇന്നൊരു ഞായറാഴ്ച ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്പെഷ്യൽ ആയിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ തുണിയൊക്കെ കഴുകാൻ നിന്നത് കേട്ടോ. കാരണം രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. ഉച്ചയ്ക്ക് കുറച്ചൊന്ന് മഴ കുറഞ്ഞപ്പോഴാണ് ഞാൻ തുണിയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നത്. തുണിയൊന്നും ആറിടാൻ നിൽക്കുമ്പോഴോ ചടപട മഴയാട്ടോ. തുണിയൊപ്പോൾ 2-3 ദിവസമായിട്ട് ഒട്ടും ഉണങ്ങുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മായിയും വല്യമ്മാവനും പിന്നെ അമ്മൂമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ വർത്താനം പറയാണ്. ഈ ഒരു സമയത്താണ് കണ്ണൻ ഉറക്കം എണീറ്റ് വന്നത് കേട്ടോ. അപ്പോൾ ആൾ എണീച്ച പാടെ എന്നോട് പറഞ്ഞു, എനിക്ക് പൂരി ഉണ്ടാക്കി തരുമോ അമ്മയെന്ന് ചോദിച്ചു. അങ്ങനെ വേഗം ഞാൻ കണ്ണന് പൂരി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പൂരി എന്ന് വെച്ചാൽ നമ്മുടെ പാനിപ്പൂരി ഉണ്ടല്ലോ, അതിലെ പൂരി ആട്ടോ. അങ്ങനെ കണ്ണന് പൂരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോഴും നല്ല മഴയാട്ടോ, നല്ല രീതിയിൽ കാറ്റൊക്കെ വരുന്നുണ്ട്. തെങ്ങൊക്കെ ഇപ്പം മറിയുന്നുള്ളൊരു മട്ടിലാണുള്ളത്. അപ്പം നല്ല മഴയത്ത് ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വെച്ചു. നല്ല ചൂട് ചായ കുടിക്കുകയാണ്. എനിക്കാണെങ്കിൽ ചൂട് ചായ ഇങ്ങനെ ഊതി ഊതി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ കട്ടിലിനടിയിലാണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങളാട്ടോ. നമുക്ക് കിട്ടാത്ത സാധനങ്ങളൊക്കെ കട്ടിലിനടിയിലുണ്ടാവും. എൻ്റെ മേക്കപ്പ് സാധനങ്ങളും കണ്ണിൻ്റെ കളിപ്പാട്ടമൊക്കെ ഇപ്പോൾ കട്ടിലിനടിയിലാട്ടോ ഇരിക്കുന്നത്.